സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓ മനുഷ്യ, മരിൽതു ഫലം തഅ്ദിനി, ഞാൻ അന്ന് ദുനിയാവിൽ നീ ജീവിക്കുന്ന കാലത്ത് രോഗിയായി നിന്റെ മുന്നിലേക്ക് വന്നപ്പോ നീ എന്നെ രോഗം കാണാൻ വന്നില്ലല്ലോ. സ്വഹീഹായ ഹദീസാണ്, മുസ്ലിം ഇമാം റിവായത്ത് ചെയ്ത ഹദീസാണ്. അള്ളാഹു ചോദിക്കും, ഞാൻ രോഗമായപ്പോൾ എന്തുകൊണ്ട് എന്നെ നീ കാണാൻ വന്നില്ല? അപ്പോ മനുഷ്യൻ ചോദിക്കുമല്ലോ, യാ റബ്ബി കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീനായ തമ്പുരാനല്ലേ, നീ എങ്ങനെ രോഗിയാകാനാണ്? ആ സമയത്ത് അല്ലാഹ് പറയും, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ, ഇന്നാലിന്ന ഒരു ഖദീജ അല്ലെങ്കിൽ ഒരു ഫാത്തിമ, എന്റെ അടിമ, അവൾ മരിള രോഗിയായോ ആ സമയത്ത് ഫലം തഉദ്ഹു, അവളെ നീ അല്ലെങ്കിൽ അവനെ നീ പോയി രോഗം സന്ദർശിച്ചിട്ടില്ലല്ലോ. അതാണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്ന് അള്ളാഹു പറയുമ്പോൾ, ഞാൻ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് പറയുന്നുണ്ട്. വിഷയവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അത് വിശദീകരിക്കുന്നില്ല. അള്ളാഹു ചോദിക്കുമ്പോലും പിന്നീട് ഞാൻ വിശന്ന് വന്നപ്പോ എന്തുകൊണ്ട് ഭക്ഷിപ്പിച്ചില്ല ചോദിക്കും, നീ വിശക്കുമോ? ആ സമയത്ത് പറയും, ഒരാള് നിന്റെ അടുക്കൽ വിശന്ന് വന്നപ്പോൾ ഒരു പാവപ്പെട്ടവന് നീ ഭക്ഷണം കൊടുത്തില്ലല്ലോ എന്ന് ചോദിക്കും. അങ്ങനെ വെള്ളം നീ തന്നില്ല എന്ന് പറയും, വെള്ളം നിനക്കെങ്ങനെ തരാനാ? ഒരാള് വെള്ളത്തിന് ചോദിച്ചപ്പോ കൊടുത്തില്ലല്ലോ എന്നുള്ള ചോദിക്കും. അങ്ങനെ ദുനിയാവിൽ പാവപ്പെട്ടവരുടെ കൂടെ ദൈവമുണ്ടാകുമെന്ന് മറ്റു മതസ്ഥർ പറയുന്ന ആ പോയിന്റ്, അത് ഇസ്ലാമിലും നാം കാണുകയാണ്. പാവപ്പെട്ടവന്റെ അടുക്കൽ, ഭക്ഷണമില്ലാത്തവന്റെ അടുക്കൽ, ഫഖീറായി നമ്മുടെ വീട്ടിലേക്ക് ഭാണ്ഡവുമായി വരുന്നവന്റെ കൂടെ, അതുപോലെ രോഗത്തിൽ കിടക്കുന്ന നമ്മുടെ കുടുംബമായാലും മറ്റുള്ളവരായാലും അവരുടെ അടുക്കൽ അല്ലാഹു ഉണ്ട് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മുസ്ലിം, ആ മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം രോഗം കാണാൻ പോയാൽ അയാള് തിരിച്ചു വരുന്നത് വരെ അയാള് സ്വർഗത്തിന്റെ തോട്ടത്തിലായിരിക്കും. ഖുർഫത്തിൽ ജന്ന, അയാള് സ്വർഗത്തിന്റെ ഖുർഫത്തിലാണ്. സഹാബത്ത് ചോദിച്ചു, ഖുർഫത്ത് എന്ന് പറഞ്ഞാൽ അത് പഴങ്ങൾ ഇങ്ങനെ കൊയ്യുക എന്നല്ലേ? ഈ കൊയ്യുന്നത് എന്താണ്? അവൻ കൊയ്തുകൊണ്ടിരിക്കും. ഒരാൾ രോഗം സന്ദർശിക്കാൻ പോയിട്ട് അയാൾ രോഗം കാണാൻ പോകുന്ന സമയം, എന്നിട്ട് അയാൾ ബസ്സിൽ ഇങ്ങനെ വരുന്ന സമയം തിരിച്ചെത്താൻ വൈകുന്നേരം വരെ ആവുന്നു എന്ന് സപ്പോസ് ചിന്തിക്കുക. ആ സമയം വരെ അയാൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കൊയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ജനാഹ, അതായത് ഹുവമായി ജിത്തനാമിന സമർ, സ്വർഗത്തിന്റെ പഴങ്ങളെ കൊയ്തെടുക്കും എന്നാണ് അതിന്റെ അർത്ഥം. സ്വർഗത്തിൽ ഇങ്ങനെ അവന്റെ തോട്ടത്തിലെ ഒരുപാട് പഴങ്ങൾ ഇങ്ങനെ കൊയ്തു വെക്കുന്നത് പോലെ സ്വർഗത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ അവൻ മേടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ മിനിറ്റിലും. അതുകൊണ്ട് രോഗം സന്ദർശിക്കാൻ പോകണം. ഒരു മുസ്ലിം രാവിലെ വരെ രോഗിയെ സന്ദർശിക്കാൻ പോയാൽ, രാവിലെ തന്നെ നമ്മളൊന്ന് സുബഹിസ്കരിച്ചിട്ട് ആ അയ്മാനൊന്ന് നോക്കിയിട്ട് വരാം. അയ്മാൻ പറഞ്ഞാൽ അവർ നമ്മുടെ നാട്ടിൽ അയ്മാന്ന് പറയും. ആ പെണ്ണുങ്ങൾ എന്തോ രോഗത്തിൽ കിടക്കാണ്. റസൂല പറയുന്ന ഒരു തലവേദനയായാൽ വരെ രോഗമാണ്, അത് സന്ദർശിച്ചാൽ കൂലിയുണ്ട്. രാവിലെ തന്നെ ഒരാൾ രോഗ സന്ദർശനത്തിന് പോയാൽ ഇല്ലാ സ്വല്ലാ അലൈഹി സബ്ഊന അൽഫ മലക്കിൻ, 70,000 മലക്ക്. ഈ ഹദീസ് ഇമാം തുർമുദി റിവായത്ത് ചെയ്യുകയാണ്. സ്വഹീഹായ ഹസനായ ഹദീസാണ്. 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. 70,000 മലക്കുകൾ ദുആ ചെയ്യുകയാണ്. ഏതുവരെ? ഹത്താ യുംസി, രാവിലെ പോയിട്ട് അയാളെ ജോലിക്ക് പോയിട്ടുണ്ട്, എന്നാലും രാവിലെ തുടങ്ങിയ ദുആ വൈകുന്നേരം വരെ, ഹത്താ യുംസി, വൈകുന്നേരം വരെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലക്കുകൾ. വൈനാദഹു അസിയത്തൻ, ഇനി ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് പോയത് എങ്കിൽ, വൈകുന്നേരം ഒരാൾ രോഗസന്ദർശനത്തിന് പോയാൽ 70,000 മലക്കുകൾ പിറ്റേന്ന് സുബ്ഹ് വരെ, അന്ന് രാത്രിയും കഴിഞ്ഞ് സുബഹിയാകുന്നത് വരെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. വകാന ലഹു ഖരീഫും ഫിൽ ജന്നാ, സ്വർഗത്തിൽ അവന് പല വൃക്ഷങ്ങൾ അള്ളാഹു ഒരുക്കി വെക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരായാലും നമ്മൾ രോഗം സന്ദർശിക്കാൻ പോകണം. അത് വലിയ സൈക്കോളജിക്കലായിട്ട് ഇന്ന് ലോകം പറയുന്നത്, ഒരു മനുഷ്യൻ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പിണക്കം മാറ്റാനുള്ള അവസരമാണ് ഒരാൾക്ക് രോഗം വരിക എന്നുള്ളത്.